കുടുംബം നിലനിൽക്കേണ്ടതിൻ്റെ സുപ്രധാനമായ മറ്റൊരു ലക്ഷ്യമാണ് വൃദ്ധരായ മാതാപിതാക്കളുടെ സംരക്ഷണമെന്നുള്ളത്. മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കുന്നതിന് ഇസ്ലാം സുപ്രധാനമായ പ്രാധാന്യമാണ് കൽപ്പിച്ചിട്ടുള്ളത്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. നിന്നോട് നിന്റെ രക്ഷിതാവ് അവന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നും മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണമെന്നും കൽപ്പിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വാർദ്ധക്യമായാൽ അവർ നിങ്ങളുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ അവരോട് നീരസം പ്രകടിപ്പിക്കുവാൻ പാടില്ല, അവരോട് മാന്യമായി സംസാരിക്കണം, അവരെ അകറ്റുവാൻ പാടില്ല. കാരുണ്യത്തിന്റെ സംരക്ഷണത്തിന്റെ ചിറകുകൾ നീ അവർക്ക് വിരിയിച്ചു കൊടുക്കണം. വഖുൽ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ചെറുപ്പത്തിൽ അവർ എന്നെ പരിചരിച്ചതുപോലെ കരുണാമയനായ നാഥ, നീ അവരോട് കാരുണ്യം കാണിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണമെന്നും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി ചോദിച്ചു, അയ്യുൽ അഅ്മാലി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ് എന്ന്. അസ്സലാത്തു അലാ വഖ്തിഹ, സമയത്തുള്ള നമസ്കാരം, പിന്നെ മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കൽ, തുടർന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്. ജിഹാദിന് പോകുവാൻ അനുവാദം ചോദിച്ചുകൊണ്ട് ഒരു സഹാബി തന്റെ അടുക്കൽ വന്നപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന്. അദ്ദേഹം പറഞ്ഞു, അതെ. എങ്കിൽ നീ അവരുടെ കാര്യത്തിലാണ് ജിഹാദ് ചെയ്യേണ്ടത് എന്നാണ്. റഗീമ അൻഫുൻ സുമ്മ റഗീമ അൻഫുൻ. പ്രവാചകൻ പറഞ്ഞു, ഒരാൾ തുലഞ്ഞു പോയിരിക്കുന്നു. സഹാബാക്കൾ ചോദിച്ചു, ആരാണ് പ്രവാചകരെ? മാതാപിതാക്കൾ വാർദ്ധക്യത്തിലായിരിക്കെ തന്റെ അടുക്കൽ ഉണ്ടാവുകയും അതുവഴി സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ പോവുകയും ചെയ്തവനാണ് തുലഞ്ഞുപോയതവൻ എന്നാണ് പ്രവാചകൻ അതിന് കൊടുത്ത മറുപടി. മാതാപിതാക്കളെ പരിചരിച്ചും സ്നേഹിച്ചും സ്വർഗം നേടിയെടുക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കുക. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.